ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റി ചാർട്ട് നോക്കാം. നിഫ്റ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഓൾറെഡി ഇന്ന് യു എസ് ഇറാൻ ഇസ്രായേൽ വാർ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഒരു ഡീപ്പ് ഗ്യാപ് ഡൗൺ ആയിരുന്നു. ബട്ട് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയത് മാത്രമല്ല, ഓപ്പൺ ആയിട്ട് ഒരു ഷാർപ്പ് റിക്കവറിങ് കൂടെ ഉണ്ടായിരുന്നു. ബട്ട് ആ റിക്കവറി സസ്റ്റെയിൻ ചെയ്തില്ല. നമുക്ക് 5 മിനിറ്റ് ചാർട്ട് ഒന്ന് നോക്കാം. ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ആയിട്ട് ഒരു ഷാർപ്പ് റിക്കവറി ഉണ്ടായിരുന്നു. 300 പോയിന്റ്സ്, ഐ തിങ്ക് 600 ഇന്ന് ഓൾമോസ്റ്റ് ഒരു 300 പോയിന്റ്സ് ഷാർപ്പ് റിക്കവർ ഉണ്ടായിരുന്നു. പക്ഷേ റിക്കവർ സസ്റ്റെയിൻ ചെയ്യാണ്ട് അവിടെ നിന്ന് പിന്നെ ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. ഡേ ലോ ക്രോസ് ചെയ്തു, പിന്നെ ഒരു പുൾ ബാക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു സിക്സ് ആക്ക് മൂവ്മെന്റ് ആയിരുന്നു ഇന്ന്. ബട്ട് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു മുകളിലോട്ട് പോവും, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് വിചാരിച്ചു. കാരണം സാധാരണ ന്യൂസ് ബേസ് ആകുമ്പോൾ അതൊരു റിവേഴ്സ് ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അങ്ങനെ സംഭവിച്ചില്ല. തിരിച്ചു വന്ന് ഡേ ലോ ക്രോസ് ചെയ്ത് പിന്നെയും മുകളിലോട്ട് പോയി. സോ മാർക്കറ്റ് ഇപ്പോൾ ഒരു നെഗറ്റീവ്, കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയി. ഷോർട്ട് ടൈം ലോങ് ടൈം എല്ലാം നെഗറ്റീവ് ആയി. ഇനി ഇവിടെ നിന്നൊരു ഇതാണ് ലാസ്റ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഈ സപ്പോർട്ടിൽ തന്നെ എടുത്തിട്ടുള്ളത്. ബട്ട് ഇത് താഴെ, ഇതാണെന്ന് ബഡ്ജറ്റ് ഏരിയ, ഐ തിങ്ക് ബഡ്ജറ്റ് ഏരിയ ലോ ആയിരുന്നു. സോ അവിടെ നിന്നൊരു പോസിറ്റീവ് ന്യൂസ് വന്ന് മുകളിലോട്ട് പോയിരുന്നു. ബട്ട് അത് പിന്നെയും അത് സസ്റ്റെയിൻ ചെയ്യാണ്ട് താഴോട്ട് തന്നെ വന്നു. സോ മാർക്കറ്റ് ഇപ്പോൾ ഫുള്ളി ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്കിത് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി പക്ഷേ ഈ ഒരു റേഞ്ചിന് മുകളിലാണ് ക്ലോസ് ചെയ്തത്. സോ ബാങ്ക് നിഫ്റ്റി അത്ര നെഗറ്റീവ് അല്ല നിഫ്റ്റിയുടെ അത്ര. ബട്ട് സ്റ്റിൽ ഒരു കമ്പാരിറ്റീവ്ലി ഒരു പോസിറ്റീവ് മൊമെന്റം ബാങ്ക് നിഫ്റ്റിയിലുണ്ട് ഇപ്പോഴും. കാരണം ഇതിന്റെ ഒരു റേഞ്ച്, ഇതിന് നാളെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാങ്ക് നിഫ്റ്റി പിന്നെ ഒരു ഹയർ റേഞ്ചിലോട്ട് ബാങ്ക് നിഫ്റ്റി പോകും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ഓക്കെ ആണ്. നമുക്ക് 5 മിനിറ്റ് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഒരു ഷാർപ്പ് റിക്കവറി, നിഫ്റ്റിയെ പോലെ ഷാർപ്പ് റിക്കവറി ഉണ്ടായിരുന്നു, താഴോട്ട് വന്നു. പക്ഷെ ഇത് ബാങ്ക് നിഫ്റ്റി ഇതിന്റെ ലോ ക്രോസ് ചെയ്തിട്ടില്ല. ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ, ഓപ്പണിംഗ് പോയിന്റിൽ തന്നെ പിന്നെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് പോയി. സോ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആണ്. ബാങ്ക് നിഫ്റ്റി കുറച്ച് നാളായിട്ട് ഒരു പോസിറ്റീവ് മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കാം. സ്മോൾ ക്യാപ്പ് നല്ലൊരു ഷാർപ്പ് മൊമെന്റം ആയിരുന്നു ഫസ്റ്റ് 15 മിനിറ്റ്, 20-25 മിനിറ്റ്. ബട്ട് അതേപോലെ ഒരു സസ്റ്റെയിൻ ചെയ്തില്ല. നല്ലൊരു ഷാർപ്പ് മൂവ്മെന്റ്, നല്ല റിക്കവറി ഉണ്ടായിരുന്നു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട്. ബട്ട് അത് പിന്നെ അത് താഴോട്ട് വന്നു ഒരു ചെറിയൊരു മിഡിൽ ക്ലോസ് ചെയ്യുന്ന പോലെ ഉണ്ടായിട്ടുണ്ട്. സോ ഒരു നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. പക്ഷെ ഇതാണ് ലാസ്റ്റ് സപ്പോർട്ട്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. സോ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ പിന്നെ താഴെ സപ്പോർട്ട് വളരെ താഴെയാണ്. അതുകൊണ്ട് ഈ സപ്പോർട്ടിൽ തന്നെയാണ് ബാങ്ക് സ്മോൾ ക്യാപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് സിൽവർ നോക്കാം. സിൽവർ നമ്മൾ ഇതിന് മുകളിലൊരു നമ്മുടെ ടാർഗറ്റ് 100 ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 96 വരെ നമുക്ക് 100 മുകളിൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഗോൾഡ് നോക്കാം നമുക്ക്. ഗോൾഡ് ഗോൾഡ് ഓൾറെഡി പോസിറ്റീവ് ആയിരുന്നു. ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് പോസിറ്റീവ് ആണെന്ന്. അതേപോലെ തന്നെ ഗോൾഡ് മുകളിലോട്ട് പോകുന്നുണ്ട്. സോ ഇതിന് ഓൾ ടൈം ഹൈ എടുക്കാനുള്ള ഹൈ ചാൻസ് ഉണ്ട് ഗോൾഡിന്. ഓക്കെ, നമുക്ക് മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പ് ഈ ഒരു പോസിറ്റീവ് ഏരിയ തന്നെയാണ് നിൽക്കുന്നത്. സോ മീൻസ് ഈ ലാസ്റ്റ് സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. നാളെ വരും ദിവസങ്ങൾ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യണം എന്ന് നോക്കാം. ഓക്കെ, ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 1 അവർ ക്യാൻഡിലും നോക്കാം. 1 അവറിൽ ഒരു ഷാർപ്പ് റിവേഴ്സൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ഷാർപ്പ് റിവേഴ്സൽ കാണുന്നുണ്ട്. ഇതുവരെ പോയായിരുന്നു. ഷാർപ്പ് റിവേഴ്സൽ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്, ഇത് എങ്ങനെ ട്രേഡ് ചെയ്ത് നോക്കാം. പക്ഷേ ഒരു കൺസോളിൽ ഒരു നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടുന്ന് ഒരു ഷാർപ്പ് റിക്കവറി ഇപ്പോൾ കാണുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഷാർപ്പ് റിക്കവറി കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ട്രേഡ് ചെയ്യണമെന്ന്. ഓവറോൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ, ഡെയിലി ക്യാൻഡിൽ ഒരു കൺസോളിഡേഷൻ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ കൺസോളിഡേഷനിൽ നിൽക്കുകയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് വേണോ പോകാനുള്ള ഒരു ചാൻസിൽ അങ്ങനെ നിൽക്കുകയാണ്. താഴോട്ടോ മുകളിലോട്ടോ പോവാം. കാരണം ഈ ഒരു ഏരിയ, ഫസ്റ്റ് ഒരു ഫ്രൈഡേയിലുള്ള ക്യാൻഡിലിനുള്ളിൽ തന്നെയാണ് ഇത്രയും ദിവസങ്ങളിലെ ക്യാൻഡിൽ നിൽക്കുന്നത്. എക്സാക്ട് ഒരു കുറച്ച് മുകളിൽ പോയി ഉപയോഗിച്ചാൽ ഫ്രൈഡേ 6th ഫെബ്രുവരിയുടെ ക്യാൻഡിലിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഇത്രയും ദിവസങ്ങളിലെ ക്യാൻഡിലും നിൽക്കുന്നത്.
ഓക്കെ. സോ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഇതിൽ ബിറ്റ് കോയിനിൽ. നമുക്ക് നോക്കാം. നമുക്ക് ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. ഹീറ്റ് മാപ്പ് എല്ലാ ഇൻഡിസസും നെഗറ്റീവ് തന്നെയായിരുന്നു. നിഫ്റ്റി 50 1.24 എല്ലാം നെഗറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50യിൽ BL, ഹിൻഡാൽകോ, സൺഫാർമ ഇതൊക്കെ മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. അദാനി പോർട്സ് ഒക്കെ 3.43, L&T, ഇൻഡിഗോ ഇതെല്ലാം ഡൗൺ ആയിരുന്നു. ഇൻഡിഗോയിലൊക്കെ ട്രാവലൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട്. സോളാർ ഇൻഡസ്ട്രീസ്, ഡിഫൻസ് സ്റ്റോക്സ് ഒക്കെ ഇന്ന് അപ്പായിരുന്നു. ഡിഫൻസ് സ്റ്റോക്സ് കുറച്ച് സ്റ്റോക്സ് ഒക്കെ ഇന്ന് അപ്പായിരുന്നു. സോളാർ ഇൻഡസ്ട്രീസ് 3.4, ഇൻഡസ്ട്രി 2.1, എൻട്രിൻ 1.13 ഇതെല്ലാം അപ്പായിരുന്നു. IRFC, ഐഡിയൻസോൾ, അദാനി ഗ്രീൻ, IOC ഇതെല്ലാം ഡൗൺ ആയിരുന്നു. സോ മിഡ് ക്യാപ്പ് 150 നോക്കുമ്പോൾ TI ഇന്ത്യ, മുത്തൂറ്റ് ഫിനാൻസ്, KEI ഇതെല്ലാം അപ്പായിരുന്നു. ഇറിഡ, FACT, ഫ്ലൂറോസെം, RVNL ഇതെല്ലാം ഡൗൺ സൈഡ് പോയ സ്റ്റോക്സ് ആണ്. നമുക്ക് സ്മോൾ ക്യാപ്പ് 250 നോക്കാം. ഇതിൽ തേജസ് നെറ്റ്വർക്ക് വീണ്ടും 3 ദിവസമായിട്ട് ഐ തിങ്ക് കണ്ടിന്യൂസ് തേർഡ് ഡേ മൂവ്മെന്റും ആണ്. തേജസ് നെറ്റ്വർക്ക് 7.86 അപ്പായിരുന്നു. പോളി മെഡിക്യൂർ 5.17 അപ്പായിരുന്നു. BHF 4.55 അപ്പായിരുന്നു. ഓക്കെ. IFCI 5.92, റെയിൽടെൽ, റെഡിങ്ടൺ ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. സോ ന്യൂസ് നോക്കുമ്പോൾ മെയിൻലി ഒരു ന്യൂസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഇറാൻ US ഇസ്രായേൽ വാറാണ്. അത് കാരണം ഒത്തിരി റിഫൈനറി, സൗദി അറാംകോയുടെ ഏറ്റവും വലിയ റിഫൈനറിയായ റാസ് ടെനൂർ റിഫൈനറി ഷട്ട് ഡൗൺ ചെയ്തു. LNG പ്രൊഡക്ഷൻ നിർത്തിവെച്ചു ഖത്തർ. സോ ഇതെല്ലാം ഓയിൽ പ്രൈസ് ഒത്തിരി ഹൈക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10% അടുപ്പിച്ച് ഹൈക്ക് ചെയ്തു. അതുകൊണ്ട് ഇന്ത്യക്ക് പിന്നെ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമോസും അടച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യയിലെ ഒരു ഓയിൽ ഇമ്പോർട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും. ഇതെല്ലാം കാരണമാണ് മാർക്കറ്റിൽ സെൽ ഓഫ് ഉണ്ടായത്. സോ വരും ദിവസങ്ങളിൽ അതിന്റെ പ്രോഗ്രസ് എങ്ങനെ നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. സോ ഇതെല്ലാമാണ് ഗൈസ് ഇന്നത്തെ ന്യൂസ് അനാലിസിസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.